അല്ല, എനിക്ക് ഓഫീസിലേക്ക് പോകണം. CKC ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയേ പറ്റൂ. എന്റെ നിർമ്മലേ, നീ വിചാരിക്കുന്നത് പോലെ ഒരു നിസ്സാര കാര്യമൊന്നും അല്ല നീ ചെയ്തോണ്ടിരിക്കുന്നത്. തലയിലൊരു തൊപ്പിയും മുഖത്തൊരു മാസ്കും വെച്ചോണ്ടേ ആ CKCയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊടുത്താ നിന്നെ അയാൾക്ക് മനസ്സിലാവില്ലെന്നാണോ വിചാരം? അയാൾ ഒരു കുറുക്കനാ നിർമ്മലേ. അറിയില്ലെന്ന് അയാൾ ചിലപ്പോ ഭാവിക്കുന്നതാവും. പെട്ടെന്നൊരു നാള് പിടിവീണ എന്ത് ചെയ്യും? അതുകൊണ്ട് സൂക്ഷിക്കണം നിർമ്മലേ. പേരും മാറ്റി കള്ളവേഷം കെട്ടി അയാളെ ചതിക്കാനായി നീ ഓഫീസിൽ കടന്നുകൂടിയിരിക്കുകയാണെന്ന് അയാൾ അറിഞ്ഞാലുണ്ടല്ലോ, ആ വൃത്തികെട്ടവൻ ഒന്നിനും മടിക്കാത്തവനാ. അവിടെ തന്നെ നിന്നെ അയാൾ കൊന്നു കുഴിച്ചു മൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, പക്ഷേ ആ ഓഫീസിൽ ഇപ്പൊ ഞാൻ ഉണ്ടായേ പറ്റൂ. CKC എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, അയാളെ കാണാൻ ആരൊക്കെ വരുന്നു എന്ന് നിധി അറിയിക്കാൻ വേറൊരു വഴിയില്ല. വേണ്ടെന്ന് പറയരുത്. ഗൗതമിന് വേണ്ടി അത്രയെങ്കിലും എനിക്ക് ചെയ്യണ്ടേ? ഇനിയിപ്പോ ആ ചന്ദ്രബോസിന്റെ കൈകൊണ്ട് ഞാനങ്ങ് മരിച്ചുപോയിന്ന് വെച്ചോ, എനിക്ക് ഒരു സങ്കടമില്ല പാറു. ഇത്രയും കാലം എന്റെ മോനെ വളർത്തിയത് നീയല്ലേ. ഞാൻ പോയാലും അവനൊരമ്മ ഉണ്ടാവുമല്ലോ, അത് നീയാ. എനിക്കറിയാം, ഗൗതമിന് നീ കൊടുക്കുന്ന സ്നേഹത്തിന് മുന്നിൽ ഞാനൊന്നുമല്ല. അതിന്റെ 7 അയലത്ത് പോലും വരാനുള്ള യോഗ്യതയും എനിക്കില്ല. ഇനി ഈ വയസ്സാം കാലത്ത് മരണം പടിവാതിക്കൽ വന്നു നിൽക്കുന്ന ഈ നേരത്ത് എന്റെ മോനോട് ഞാൻ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായിട്ട് ഇത്രയെങ്കിലും ഞാൻ ചെയ്തോട്ടെ. എനിക്ക് CKCയുടെ ഓഫീസിലേക്ക് പോയേ പറ്റൂ. പക്ഷെ നീ സൂക്ഷിക്കണം നിർമ്മലേ. നിനക്ക് സുഖമില്ലാത്തതിന്റെ ടെൻഷൻ എനിക്കിപ്പോ. എന്റെ പഴയ കൂട്ടുകാരി പാറു സ്നേഹത്തോടെ ഇത്രയെങ്കിലും എന്നോട് സംസാരിച്ചല്ലോ, സ്നേഹം കാട്ടിയല്ലോ, പിണക്കം മാറ്റിയല്ലോ. ഇപ്പോ എനിക്ക് മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു ശക്തിയാ. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല നിർമ്മലേ, ശത്രുതയില്ല. ഓഹോ, അത് ശരി. അപ്പൊ ഇത്രയും നാളും കാണിച്ചതൊക്കെ എന്തായിരുന്നു? അതെന്തായിരുന്നു എന്ന് നിനക്കും അറിയാം. ആ, എന്റെ മോനെ വേറൊരാള് സ്നേഹിക്കുന്നത് എനിക്കിഷ്ടല്ല, അത്രേ ഉള്ളൂ. ആ, അപ്പൊ ഞാനോ? ഞാൻ ഗൗതമിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. പൊടി എവിടുന്ന്? അവളൊരു മുട്ടുന്യായവും കൊണ്ടുവന്നിരിക്കുക. അക്കാര്യത്തില് നിനക്കെന്നെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഗൗതമിന്റെ അമ്മയാവാൻ എന്നെക്കാളും 1000 മടങ്ങ് യോഗ്യത നിനക്കാണ് പാറു. നിന്റെ അമ്മോനെ ഒരധികാരത്തിന്റെ പേരിലും ഞാൻ അടർത്തിയെടുത്തുകൊണ്ട് പോയില്ല, ഉറപ്പ്. അതെ, എനിക്ക് ഒരുപാട് ജോലി ബാക്കിയുണ്ട്. ഈ 2 അമ്മമാരും എനിക്കൊപ്പം നിന്നാൽ ഗൗതമിന് വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് ജയിക്കാം. കൂടെ ഉണ്ടാവോ രണ്ടാളും? ഉറപ്പ്. ഞാൻ പറഞ്ഞില്ലേ മോളെ, ജീവൻ കൊടുത്തും ഞാൻ കൂടെ നിൽക്കും. ഞാനുണ്ടോന്നൊരു ചോദ്യം ഉണ്ടോ മോളെ? ഇനി നമ്മൾ ഒറ്റക്കെട്ടായിട്ടങ്ങ് ഇറങ്ങുക. ഞാനും ഉണ്ട് കൂടെ. ഇതിപ്പോ നമ്മൾ വല്ലാത്ത ഗതികേടിലായല്ലോ. ഇവന് 1-നും 2-നും കൊണ്ടുപോകാൻ തന്നെ നമ്മൾ മെനക്കെട്ട അവസ്ഥയാണ്. എടാ ഇറക്ക, നിരാഹാര സമരം നടത്താൻ നീ ഗാന്ധി ഒന്നും അല്ലല്ലോ. ബ്രിട്ടീഷുകാരെക്കാൾ കഷ്ടമാ ആ ഗൗതമിന്റെ മനസ്സ്. അയാൾ അങ്ങനെ ഇങ്ങനെ ഒന്നും തോറ്റു തരില്ല. അതിനേക്കാൾ കടുപ്പമാ അങ്ങേരെ കെട്ടിയോളം നിധി. നീ എത്ര പട്ടിണി കിടന്നാലും നിന്നെ ഇവിടെ ഇറക്കി വിടുന്ന നീ വിചാരിക്കണം. ഈ പോക്ക് പോയ ഉടനെ തന്നെ അവന്റെ കാറ്റു പോകും. ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ അകത്തു പോവുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യിക്കുന്നവനും ചെയ്യിക്കുന്നവളും ഇവൻ ചത്തു കഴിഞ്ഞാൽ കൈമലർത്തുമെന്നതിൽ സംശയമില്ല.
പവിത്രണ്ണനുമായി സംസാരിച്ച് ഇവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കും. അല്ലെങ്കിൽ അങ്ങ് തട്ടിക്കളയണം. അതിന്റെ പൈസ കൂടി മേടിച്ചെടുക്കാലോ. നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ? കുറച്ച് പച്ചവെള്ളം കുടിക്കുന്നീ. എവിടാ ഇവൻ പോക്ക. വാ, പവിത്രണ്ണന്റെ അടുത്തൊരു തീരുമാനം എടുക്കാൻ പറയാം. വാ. ബ്രിട്ടീഷുകാരെക്കാളും കടുപ്പുള്ള മനസ്സാണ് നിധിക്കും ഗൗതമനും അല്ലേ? ജയിലിൽ പോയാലും കുഴപ്പമില്ല. ഇനി എന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, രണ്ടെണ്ണത്തിനെ തീർക്കണം.